നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. കോഴിച്ചാൽ തുരുത്തിലേക്കുള്ള താൽക്കാലിക പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ച് കാര്യങ്കോട് പുഴയ്ക്കും അതിന്റെ കൈവഴിക്കുമിടയിൽ 6 കുടുംബങ്ങളാണുള്ളത്. ഇവിടേക്ക് പുഴയ്ക്ക് കുറുകെ കവുങ്ങും മുളയും ഉപയോഗിച്ച് കെട്ടിയ താൽക്കാലിക പാലം മാത്രമാണുള്ളത്. കർണാടക വനത്തിൽ നിന്നുള്ള ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന മരമിടിച്ച് പാലം ഒടിയുകയായിരുന്നു. ഒറ്റപ്പെട്ടുപോയ 4 സ്ത്രീകളും ഒരു കുട്ടിയും ഒരു പുരുഷനെയുമാണ് 14-അംഗ സംഘം അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത്. സിവിൽ ഡിഫൻസ് സേനാംഗമായ പ്രശാന്ത് കൊല്ലാട 60 ദിവസം പ്രായമായ കുഞ്ഞിനെയും കയ്യിലെടുത്ത് കുത്തിയൊഴുകുന്ന പുഴയുടെ മുകളിലായുള്ള ഒറ്റത്തടി പാലത്തിന്റെ മുകളിലൂടെ വന്ന കാഴ്ച നെഞ്ചടിപ്പോടെയല്ലാതെ കാണാൻ സാധിക്കില്ലായിരുന്നു. പെരിങ്ങോം ഏരിയയിൽ എന്തു ദുരന്തം സംഭവിച്ചാലും അവിടെ ഓടിയെത്തി ഫയർഫോഴ്സിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന പ്രശാന്ത് കൊല്ലാട എന്ന വ്യക്തി നാടിന്റെ തന്നെ അഭിമാനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ മുതലായ ഓഫീസർമാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി കുടുങ്ങിയവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ പെരുമയും 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചി വൈവിധ്യങ്ങളുമായി ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ആളുകളുടെ അഭിരുചിക്കൊത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ.